sex has meaning. No, this time you stay till the morning. Duvet days and vanilla ice cream. More than just one night together exclusively. Baby, let me be your man, so I can love you. And if you let me be your man, then I'll take care of you for the rest of my life, for the rest of yours, for the rest of my life, for the rest of yours, for the rest of us. We're drinking the finest label, dirty dancing on top of the table. Long walks on the beach in April. Yeah, I promise, darling, that I'll be faithful. Baby, let me be your man. Let me be your man, so I can love you. And if you let me be your man, then I'll take care of you for the rest of my life, for the rest of yours, for the rest of my life, for the rest of yours, for the rest of us. Give me your body and let me love you like I do. Come a little closer and let me do those things to you. This feeling will last forever, baby, that's the truth. Let me be your man, so I can love you. Baby, let me be your man. Let me be your man, so I can love you. And if you let me be your man, then I'll take care of you. Right here, on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it.
This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുടുംബപ്രതിഷ്ഠ. ഈശോയുടെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉള്ളവരെല്ലാം ആശ്രയിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും സങ്കടങ്ങളെ ആശ്വസിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നാമിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് നയിക്കണമേ. ആത്മീയ ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയാവസ്ഥിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വമാർഗീത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take
Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. From this day and we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day. പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം സോണലിനെയും അഖിലെയും പ്രത്യേകമായിട്ട് നമ്മുടെ വിശുദ്ധ ബലിയിലും ഈ തിരുക്രമത്തിലും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ കൈവയ്ക്കുന്ന ഈ വിവാഹമെന്ന കൂദാശ ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ഈ ബലിയിലായിരുന്നു ഈശോയെ സോണലിനെയും അഖിലെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ഐക്യമാണ് ഈ വിവാഹമെന്ന കൂദാശ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു തിരുക്കുടുംബമാകാൻ ദൈവമേ ഈ സോണലിനെയും അഖിലെയും അനുഗ്രഹിക്കണമേ എന്ന് വളരെ ഭക്തിയോടെ നമുക്ക് ഈ കുർബാനയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്തുതിഗീതം ഭൂമിയിലെങ്ങും നിത്യം
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അഖിലെയും അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ നീ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് വിശുദ്ധ ജീവൻ നയിക്കുന്ന കുടുംബജീവിതത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിനെയും നാഥായെന്നേക്കും. ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥാ എന്നേക്കും. നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, കർത്താവെ ആശീർവദിക്കണമേ. ഈശോ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായി പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന മനുഷ്യ രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥാന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്ന മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത്
പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ചേട്ടന്മാരെ, ചേച്ചിമാരെ, നല്ല രീതിയിൽ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്ന എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ താരങ്ങളായ സോണൽകുട്ട, അഖിലക്കുട്ടി, ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ, അതുപോലെ തന്നെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെ ആഘോഷമാണ് ഈ വിവാഹം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങളെ അഭിനന്ദിക്കുക. സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ രണ്ട് കുടുംബങ്ങൾ, അതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ സോനലിനും അഖിലയ്ക്കും എല്ലാവിധ ആശംസകൾ നേരുകയാണ് ഞങ്ങളുടെ ഭാവി ജീവിതത്തിനൊക്കെ. അച്ഛൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യം അച്ഛൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ബ്രദറായിരിക്കുന്ന സമയത്ത്, അച്ഛനായിട്ടില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഒരു ക്ഷണം കിട്ടി. ഞാൻ പറഞ്ഞു, നീ അച്ഛനായിട്ടില്ല നിങ്ങൾക്കറിയാം, നീ ബ്രദറാണ്, അപ്പോൾ നീ എൻ്റെ കല്യാണത്തിന് വരണം, വെക്കേഷന് വന്നതല്ലേ, അപ്പോൾ ഒന്ന് വായോ, എന്നിട്ട് 2 സന്ദേശമൊക്കെ ഇങ്ങോട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ കാര്യമായിട്ട് പറഞ്ഞതല്ലേ, സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് നന്നായി ഒരുങ്ങാമെന്ന് തന്നെ തീരുമാനിച്ചു. നന്നായി ഒരുങ്ങി പറയാം. സമ്മതമായതുകൊണ്ട് അച്ഛന്മാർക്ക് കുഴപ്പമില്ല, ബ്രദർമാരും സിസ്റ്റർമാരും പറഞ്ഞാലും കുഴപ്പമില്ല. സമ്മതത്തിന് നമുക്ക് കൂദാശയല്ല, കൂദാശ അനുകരണമാണ് സമ്മതം. അതുകൊണ്ട് ആർക്കും പറയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. അങ്ങനെ ഞാൻ ആ ദിവസം നന്നായി ഒരുങ്ങി എന്താണ് അവരോട് പറയേണ്ടത്. എൻ്റെ കൂട്ടുകാരനും അവൻ്റെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കാൻ പോവാണ്. അപ്പോൾ നല്ലൊരു സന്ദേശം പറയണം. ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ സ്വപ്നം കണ്ടിരിക്കവേ പ്രസംഗത്തിൻ്റെ സമയത്ത് അവരിതൊന്നല്ല ശ്രദ്ധിക്കേണ്ടത്. അവർ ചിലപ്പോൾ അവരുടെ ഭാവി, അവരുടെ കുട്ടികൾ, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയാണ് ഈ സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ സൈക്കോളജി മനസ്സിലാക്കി ബൈബിള് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബോറടിച്ച് അവരുടേതായ സ്വപ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അന്നത്തെ ദിവസത്തെ പേപ്പർ ഒന്ന് എടുത്തു നോക്കി. മനോരമ പേപ്പറാണ് കണ്ടത്. അതൊരു നവംബർ മാസം 27-ാം തീയതിയിലത്തെ മലയാള മനോരമ പേപ്പറിലായിരുന്നു, 2018. അന്ന് പേപ്പർ ചുമ്മാ എടുത്ത് ഒന്ന് മറച്ചപ്പോൾ ഒരു ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒരു ഫോട്ടോ കണ്ടു. പ്രത്യേക രീതിയിലുള്ള ഫോട്ടോയാണ്. ആരും ശ്രദ്ധിച്ചു പോകും. കുറച്ചുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ചേട്ടനും ചേച്ചിക്കും തല മൊട്ടയടിച്ചേക്കാണ്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് അവർ വേളാങ്കണ്ണി പോയി മൊട്ടയടിച്ചതാവാം എന്ന് വിചാരിച്ചു. വളരെ ഒരു നല്ല രീതിയിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി നോക്കി. അതിൻ്റെ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ എൻ്റെ കിളിയൊന്നും പോയി. 2 പേര് ഹിന്ദുക്കളാണ്. അപ്പോൾ വേളാങ്കണ്ണിക്ക് പോവില്ലല്ലോ. അതേ ഭക്തിയുള്ളവരാണ് പോവാ. പക്ഷെ 2 പേരും മൊട്ടടിച്ചതിൻ്റെ കാരണം അടിക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണപ്രകാരമാണ് വിവാഹം കഴിഞ്ഞ് 6 മാസം ആകുമ്പോഴേക്കും ഈ പെൺകുട്ടിക്ക് ക്യാൻസർ പിടിപെട്ടു. അങ്ങനെ കീമോ ചെയ്ത് അവസാനം ഇവരുടെ തലമുടി മുഴുവനും പോയി. അങ്ങനെ മൊട്ടയടിക്കേണ്ട ഗതികേട് വന്നു. അങ്ങനെ മൊട്ടയടിച്ചപ്പോൾ ആ ഭർത്താവിന് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇദ്ദേഹം തീരുമാനിച്ചു, ഞാനും മൊട്ടയടിക്കാം. അങ്ങനെ 2 പേര് മൊട്ടയടിച്ചിട്ടുള്ള ഫോട്ടോ അതാണ് മലയാള മനോരമ പേപ്പറിൽ 2ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ള സോണൽ, അഖില, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് യൗസേ പിതാവ് കാണിച്ചത് ഇതാണ്.
അവളുടെ കുറവ് അയൽവാസിയുടെ അടുത്തും കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞ് വഷളാക്കിയില്ല. അത് ക്ഷമയോടെ സഹിച്ച് അത് ദൈവത്തിന് വിട്ടുകൊടുത്തു. അതായത് ഭർത്താവായാലും ഭാര്യയായാലും പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് പരസ്പരം കുറവുകൾ അംഗീകരിക്കുക. അവൾക്ക് ഇത്രേ പറ്റുള്ളൂ, നമുക്ക് നന്നായിട്ട് അറിയാം. അതനുസരിച്ച് പെരുമാറുന്ന ഒരു നല്ലൊരു ഭർത്താവാകാൻ ഔസേപിതാവിനെ പോലെ മറിയത്തെ പോലെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സോണലിനെയും അഖിലയും സമർപ്പിക്കുന്നു. അവരാരംഭിക്കാൻ പോകുന്ന ഈ വിവാഹ ജീവിതം പറ്റുന്ന പോലെ കുർബാനയ്ക്കൊക്കെ വന്ന് കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഐക്യത്തിൽ ജീവിക്കുവാൻ ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹം എന്ന കൂദാശ വഴി ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി ഏവരും നീ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠി ദോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഈ വിവാഹം എന്ന കൂദാശ യോഗ്യതയോടുകൂടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. സരത്തിനെയും നാഥ പറയണമെന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. സാക്ഷികളെ രണ്ടുപേരും നമ്മുടെ കപ്പേരട്ടം പറഞ്ഞ പോലെ അടുത്ത് നിൽക്കുമെന്ന് വിചാരിക്കുന്നു. സോണൽ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഖിലയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അഖില മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സോണലിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. താലിയിലെ ഒന്ന് കൈവയ്ക്കുക. രണ്ടുപേരും ഒരുമിച്ച് താലിയിൽ ഒന്ന് കൈവയ്ക്കുക. കുരിശുമന്ന വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇതിൽ മുദ്രിതയായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരത്തിലെ കൈവയ്ക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി മന്ത്രകോടിയിൽ കൈവയ്ക്കുന്നു. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച്
സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം. അതിരുകളില്ലാത്ത സ്നേഹം തിരുഹൃദയത്തിൽ എനിക്കായരുളും. അതിരുകളില്ലാത്ത സ്നേഹം തിരുഹൃദയത്തിൽ എനിക്കായരുളും. അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധകന്യകാമറിയത്തിന്റെയും സത്യനെയും നാഥാന്നേക്കും. നിങ്ങളുടെ ശരീരങ്ങളെ
വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Here we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain. It's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. Something beautiful. Here we stand, the world awaits. It's your love, I know, that gives me. ഇന്നത്തെ താരങ്ങളാണ്. അപ്പൊ എല്ലാവരും കൂടി നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് രണ്ട് കൂട്ടക്കാരുടെയും ഫാമിലികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me. காதல தந்த இந்த தருதல மனசுக்குள் வந்த ஒரு தல காதல தந்த இந்த தருதல மனசுக்குள் வந்த காதலிக்க கைடு இல்ல சொல்லி தர வாவாத்தி சேர்த்து வச்ச ஆசையெல்லாம் அள்ளி தர வாவாத்தி ஏ உசுர ஓ உசுரா தார கை மாத்தி அடியாத்தி இது என்ன ஃபீலு ஒன்னால நான் ஃபீலு பிடிக்காம ஓட்ட நரியில இனிமே நான் ஓ ஆளு அடியாத்தி இது என்ன ஃபீலு ஒன்னால நான் ஃபீலு பிடிக்காம ஓட்ட நரியில இனிமே நான் ஓ ஆளு இது என்னோட வீட்டு பக்கத்தில் இருக்கிற எஸ்டி பூத் நம்பர் ஏதாவது இருந்ததுன்னா மனசார உன்னோட ஃபேனானே கொஞ்சம் பார்க்கணும் கைகள் கோர்க்கணும் ஜோடி சேர்ந்து லவ்வசாக ஊர சுத்தணும் பேண்டு வாசிச்சு கிராண்டா மேரேஜ் கெட்டி மேளம் எங்கோ கேட்கணும். இது என் ஜாதகம். நீங்க வீட்டில் உங்க அம்மா கிட்ட பேசிட்டு சொன்னீங்கன்னா
തട്ടിക്കും ഒത്തിക ടം ടം നീയും വന്നാ നല്ല നേരം സട്ടന ആരംഭമാകുമേ ഉന്ന കൈ പിടിച്ചാ இந்த நாடு பண்டிகை தேதியில் சேருமே அசஞ்சா வந்து நித்திர கெடுக்கும் சித்தன்ன கோயில் சித்திரமே நினப்பா வந்து சக்கரம் சுத்துற அத்தரை கொட்டு நிறத்துனவே வாழ செழிக்க வாக்கு பலிக்க வாங்கும் சந்தனம் வாசம் பொழிக்க கேட்டு கிழிக்க கூட்டம் குதிக்க நெஞ்சம் ரெண்டும் பட்டு நோட்டிக்க பால சந்தம் மஞ்சர தந்தம் நாட்டு அடிக்க மங்கள தந்தம் கோல தந்தம் ஒதுக்கு தந்தம் ஓங்கி தட்டிக்கும் முத்திக தந்தம்
മുന്തിരി മടുക്കുവോളം തേങ്ങ കൊത്തൊന്ന് വെത്തലും പാക്കും പമ പരക പരക റിഗ മരി നിരി തുന്നോക്കെ ദരി സനി ദപ കൊറിക്ക കൊറിക്ക റിഗ പരി നിരി ചവക്ക ചവക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക പെണ്ണും ചക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ ചക്കന്റെ പത്രാസ് കണ്ടോക്കിയ പെണ്ണും ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചക്കനും നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ചിരിക്ക
ശത്രുവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങൾ തമ്മിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുടുംബ പ്രതിഷ്ഠ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ മേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ ചെയ്യണമേ. ഞങ്ങളുടെ ആശീർവദിക്കുകയും ഞങ്ങളുടെ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നാദിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ശാരീരികമായ എല്ലാ ഞങ്ങളെ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അംഗീകരിക്കുകയും സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ ഈശോടത്തിലൂടെയുമേ മറിയത്തിന്റെ വിലഹൃദയമേ വിശുദ്ധ ഔസേപ്പിതാവേ വിശുദ്ധ മർഗരീത്ത മറിയമേ